ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും കുട്ടിയച്ഛൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അച്ഛമ്മയുടെ ശാരദാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിക്കുള്ള ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങനെ ഓരോ സൊറ പറച്ചിലും എൻ്റെ ഇടയിൽ കൂടെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വല്യമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. വല്യമ്മയും ചെറിയമ്മയും ഉച്ചയ്ക്കുള്ള കറികളും പരിപാടിയിലാണ്. ഞങ്ങൾ രാത്രിക്കുള്ള പരിപാടി. പിന്നെ മധുരത്തിനായിട്ട് പരിപ്പ് പായസം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഒരാൾ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് അപ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബിന്ദു ചേച്ചി നമ്മുടെ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വറക്കുകയാണ്. പരിപ്പ് വറക്കുമ്പോൾ ബിന്ദു ചേച്ചി പായസം ഉണ്ടാക്കിയ കഥകളങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തേങ്ങ മൂപ്പിച്ചിട്ടുള്ള തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും ഓരോ പായസക്കഥകളാണ് കേട്ടോ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ അതൊരു വേറൊരു വൈബാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിന്ദേച്ചിയുടെ പരിപ്പിവിടെ പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ദൈവത്തിന് ഉറക്കം വന്നിട്ട് കുറുമ്പ് തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവന് വോമിറ്റും കാര്യങ്ങളായിട്ട് ഒന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ വെച്ചെടുക്കാൻ നേരത്തേക്കാണ് ഞങ്ങൾ എത്തണത്. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്കും പായസം മഞ്ചേച്ചി എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ അത് കുടിച്ച് അപ്പോഴേക്കും വെച്ചെടുത്തു. അരിമ്പൂവൊക്കെ ഇട്ട് വന്നേ. അപ്പോൾ വെച്ചെടുത്ത് ഫുഡ് എല്ലാം ഇവിടെ കൊടുന്ന് വെച്ചിരുന്നേ. അതിന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടാ. അത് കഴിഞ്ഞതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങാണ്. അങ്ങനെ ആദ്യം കുട്ടികൾക്കുള്ള എല്ലാം ഇട്ടു കേട്ടോ. അവരെല്ലാവരെയും ഒരുമിച്ചിരുത്തി. മാധവരസം ഉണ്ടോ? അല്ല കുട്ടികളവിടെ കളിക്കില്ല, അങ്ങോട്ട് പോയിക്കോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് കിടന്നു കേട്ടോ. അത് കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അതാ അവിടെ 2 ഇണപ്രാവുകൾ ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ നായ്ക്കളുണ്ട് അവിടെ. അപ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ നായ്ക്കൾ വന്നാലോ ചോദിച്ചാൽ അവർ ആട്ട് വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ.